അയ്യ, മദ്യത്തിൻ്റെ ആയിരിക്കും, എനിക്കൊന്നും കാണണ്ട. അവൾ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ അവൻ്റെ ദേഹത്തേക്ക് ചെന്ന് വീണതും അവൻ അവളെയും കൊണ്ട് കട്ടിലിലേക്ക് വീണിരുന്നു. ജോച്ച വേണ്ട, അവൾ അവൻ്റെ വാപൊത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് ചിരിച്ചുകൊണ്ട് അവളുടെ കൈ അവൻ്റെ വായിൽ നിന്നും മാറ്റിയിട്ട് അവൻ അവളുടെ ചുണ്ടിനടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ചുണ്ടുകളെ കൂട്ടിപ്പിടിച്ചു. അത് കണ്ട് അവന് ചിരി വന്നു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ അമർത്തി ചുണ്ടുകൾ ചേർത്തു. പിന്നെ നേരെ കിടന്നു. അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. എന്താടി? അവൻ നോക്കുന്നത് കണ്ടതും അവൻ പുരികം പൊക്കി ചിരിയോട് ചോദിച്ചു. അവൾ ചുമലനക്കിക്കൊണ്ട് അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. അവനും ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അതെ ചോച്ച, ഇങ്ങനെ എന്ന് റൂമിലേക്ക് വരുന്നത് ചാച്ചന്മാരറിഞ്ഞ പ്രശ്നമാകില്ലേ? അവൾ ചെറിയ പേടിയോട് ചോദിച്ചു. പിന്നെ അവന്മാരങ്ങ് മാന്യന്മാരാണല്ലോ. അവൻ തിരികെ പറഞ്ഞതും അവൾ കപടദേഷ്യത്തോടെ അവനെ നോക്കി. എന്താ ചാച്ചന്മാരെ പറഞ്ഞതത്ര പിടിച്ചില്ലേ? അവൾ നോക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു. ഇല്ല, എൻ്റെ ചാച്ചന്മാരെ പറയുന്നത് എനിക്കിഷ്ടമല്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, അതിന് ഞാനിപ്പോൾ എന്താടി പറഞ്ഞത്? അതിന് നീ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല, പെട്ടെന്ന് ഡെന്നി ചാച്ചൻ്റെ കാര്യം ഓർമ്മ വന്നു. അന്ന് പോലീസുകാരൊക്കെ ചാച്ചനെ വാർത്തയിലൊക്കെ. അവൾ വിതുമ്പി. അയ്യേ, കരയാതടി, അതൊക്കെ കഴിഞ്ഞില്ലേ? അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി. നേഹയും വിനുവും കൂടി ബാൽക്കണിയിലേക്കാണ് പോയത്. അലക്സി, ഒരു മിനിറ്റ്, അവൾ അവനോട് പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും റൂമിലേക്ക് പോയി. ശേഷം ആ ഫോട്ടോ തൻ്റെ കൈകളിലേക്ക് എടുത്തു. അതിൽ വിരൽ കൊണ്ടൊന്ന് തലോടി. പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അതുമായിട്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു. കയ്യിൽ എന്തോ പിടിച്ച് തൻ്റെ അടുത്തേക്ക് സന്തോഷത്തോടെ നടന്നു വരുന്നവളെ അവൻ നോക്കി നിന്നു. അവൾ പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന അവരുടെ ഫോട്ടോ അവൾ അവൻ്റെ കൈകളിൽ കൊടുത്തു. അലക്സി, ഇത് കണ്ടോ നമ്മുടെ ഫോട്ടോ? എത്ര വർഷമായിട്ട് ഞാനിത് സൂക്ഷിച്ചു വെച്ചേക്കുവാണെന്നറിയോ? നോക്കിക്കേ. അവൾ പറഞ്ഞതും അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കി. ആ ഫോട്ടോയിലും തൻ്റെ അടുത്തായിട്ടായിരുന്നു അവൾ നിന്നിരുന്നത്. അത് കണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. കൂടെ അവളും. എന്താടാ, എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? നേഹ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. നേഹ, ഞാൻ നിന്നോട് ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് നീ എനിക്ക് ഉത്തരം തരണം. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ എന്താന്നുള്ള രീതിയിൽ അവനെ നോക്കി. ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അവൻ അവളോട് ചോദിച്ചു. എന്താടാ ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ? അവൾ അത് കേട്ട് സംശയത്തോടെ തിരികെ ചോദിച്ചു. ചുമ്മാ എനിക്കൊന്ന് അറിയണമെന്ന് തോന്നി. നീ പറ, അങ്ങനെയല്ലേ? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വീണ്ടും ചോദിച്ചു. അതെ, ബെസ്റ്റ് ഫ്രണ്ടാ, അവൾ മറുപടി പറഞ്ഞു. ഞാൻ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയോ? അവൻ ചോദിച്ചതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ അച്ചുവിനെ തേടി. അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ അതാരാന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് അവൾ. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. അവൻ അച്ചുവിൻ്റെ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞു. എന്നാൽ അവളെ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി. അവളെപ്പറ്റി പറയുമ്പോൾ നിന്റെ സന്തോഷം നോക്കി നിന്നതാ ഞാൻ. ഒരുപാട് ഇഷ്ടമാണല്ലേ അവളെ? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും അവനും ചിരിച്ചു. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അപ്പോൾ നിന്നോട് ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. എങ്കിൽ നീ പോയി കിടന്നോ, ചെറിയൊരു തണുപ്പുണ്ട്, അവൻ അവളെ നോക്കി പറഞ്ഞു. അതിനവൾ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്നും അവളുടെ മുറിയിലേക്ക് നടന്നു. അവൻ്റെ മുൻപിൽ ചിരിച്ചിട്ട് തൻ്റെ മനസ്സിൽ അവനോടുള്ള പ്രണയത്തെ മൂടിവെച്ച അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ കവിളിലൂടെ ഒലിച്ചിറങ്ങിയതും അവൾ അതിനെ തുടച്ചു കളഞ്ഞിട്ട് മുറിയിൽ കയറി വാതിലടച്ചു. എന്നാൽ അവൾ കണ്ണുകൾ തുടയ്ക്കുന്ന കണ്ട അവൻ്റെ നെഞ്ച് വിങ്ങി. അവൾ മുറിയിലേക്ക് പോയതും ദേവി വിനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ചാച്ച, അവൻ വിളിച്ചതും കട്ടിലിൽ എന്തോ ആലോചനയോട് കൂടിയിരുന്ന അവൻ എഴുന്നേറ്റു. ഞാൻ നേഹയെ കണ്ടിട്ടാ വരുന്നത്, വിനു അവനെ നോക്കി പറഞ്ഞു. നീ അവളോടെല്ലാം സംസാരിച്ചോ? ദേവി സംശയത്തോടെ അവനോട് ചോദിച്ചു. പറഞ്ഞു ചാച്ച, അവൾ എന്നെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടാണ് കാണുന്നതെന്നാ ഞാൻ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. പിന്നെ ഞാൻ അച്ചുവിൻ്റെ കാര്യവും അച്ചുവിനെ തേടിയാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്നും അവളോട് പറഞ്ഞു. വിനു അവനെ നോക്കി പറഞ്ഞു. അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. ദേവി വിനുവിനെ നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ ദേവിയുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ മുമ്പിൽ ചിലപ്പോൾ അവൾ ചിരിച്ചുകൊണ്ടായിരിക്കാം നിന്നത്, പക്ഷേ അവളുടെ മനസ്സ് വിങ്ങുമായിരുന്നു. നിന്റെ മുൻപിൽ ചിരിച്ചിട്ട് അവൾ കരഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നും പോയത്. ദേവി അവനെ നോക്കി പറഞ്ഞു. അത് ചാച്ചൻ എങ്ങനെ? വിനു സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ എൻ്റെ പെണ്ണല്ലേ വിനു, ഞാൻ അവളെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നീ അവളെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നപ്പോൾ മുതൽ ഞാനിവിടെ നിൽപ്പുണ്ടായിരുന്നു. അവൾ എന്തൊക്കെയോ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നിൻ്റെ ഒപ്പം ഇങ്ങോട്ടേക്ക് കയറി വന്നത്. അതവളുടെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ ഈ ബാൽക്കണിയിൽ നിന്നും അവൾ ഇറങ്ങിപ്പോയപ്പോൾ കരഞ്ഞുകൊണ്ടാണ് പോയത്.
അവൾ കണ്ണുകൾ തുടയ്ക്കുന്നത് ഞാൻ കണ്ടതാ. ചിലപ്പോൾ അവളുടെ മനസ്സിലുള്ള ഇഷ്ടം അവൾ നിന്നെ അറിയിക്കേണ്ട എന്ന് കരുതി കാണും. അവളുടെ ലൈഫിൽ അങ്ങനെയൊക്കെ സംഭവിച്ചത് കാരണം അവൾക്ക് ചിലപ്പോൾ നിന്നെ പ്രണയിക്കാനുള്ള യോഗ്യതയില്ലെന്ന് കരുതിയത് കൊണ്ടാകാം നീ ചോദിച്ചപ്പോൾ അവൾ അങ്ങനെ പറഞ്ഞത്. അവൻ പറഞ്ഞു, ചാച്ചാ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു കളിക്കൂട്ടുകാരി എന്നുള്ള രീതിയിൽ അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവളെ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ട്. എന്നെങ്കിലും അവളെ കണ്ടെത്തണേന്ന് ഞാൻ കർത്താവിനോട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു ഫ്രണ്ടിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ഒരു ഇഷ്ടം, ആ ഇഷ്ടത്തിന് എന്ത് പേര് പറഞ്ഞ് വിളിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരിക്കലും പ്രണയമല്ല. അത് മാത്രമേ എനിക്കറിയുള്ളൂ. അവളെ ഞാൻ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, വിനു വിഷമത്തോടെ പറഞ്ഞു. വിനു, എല്ലാവരുടെയും തലയിൽ ഓരോ ഇണയെ അവർക്ക് വേണ്ടി ദൈവം എഴുതിയിട്ടുണ്ട്. സമയമാകുമ്പോൾ അവർ തങ്ങളുടെ തുണയെ കണ്ടെത്തും. എൻ്റെ മനസ്സിൽ അന്നും ഇന്നും ഒരു പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അവളാ. അതുപോലെയാണ് നിൻ്റെ മനസ്സിലും. അവൾക്ക് സമ്മതമാണെങ്കിൽ നാളെ പോലും അവളെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അവളുടെ കളങ്കപ്പെട്ട ശരീരം അല്ല വേണ്ടത്, കളങ്കപ്പെടാത്ത അവളുടെ മനസ്സാണ്. അവളെന്നെ അംഗീകരിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കാനും തയ്യാറാ. ദേവി പറഞ്ഞതും വിനു തലയാട്ടി. ചാച്ചൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറയണം, ഉടനെ തന്നെ. അവൾക്ക് ഒരുപാട് വിഷമമുണ്ട്. ഒരു ഫ്രണ്ടായിട്ട് ഞാൻ അവളുടെ ഒപ്പം എല്ലാ കാലത്തും കാണും. പക്ഷെ ഒരു ഫ്രണ്ടിനോടും അല്ലെങ്കിൽ സ്വന്തം അമ്മയോട് പോലും പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു നല്ല പാർട്ട്ണറിനോട് പറയാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അവളുടെ മനസ്സിൽ പലകൂട്ട ചിന്തകളുണ്ടിപ്പോൾ. അവളുടെ മുറിവിൽ അവൾക്കൊരു മരുന്നാകാൻ ചാച്ചന് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. പെട്ടെന്ന് അവൾക്ക് ചാച്ചനെ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ചാച്ചൻ്റെ ഇൻറ്റൻഷൻ നല്ലതാണെങ്കിൽ അവൾക്ക് എപ്പോഴെങ്കിലും അത് മനസ്സിലാകും. എപ്പോഴെങ്കിലും അവളുടെ മനസ്സിൽ ചാച്ചനോട് ഇഷ്ടം ഉണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. വിനു പറഞ്ഞു. പറയണം വിനു, എൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അതെനിക്ക് അവളോട് തുറന്നു പറയണം. പെട്ടെന്ന് അവൾ എന്നെ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പില്ല. അവളുടെ മനസ്സ് കൂളാവുന്നത് വരെ, അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അതെത്ര മാസങ്ങൾ എടുത്താലും അതിനി എത്ര വർഷങ്ങൾ എടുത്താലും അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. പക്ഷെ എൻ്റെ ഇഷ്ടം അവളോട് തുറന്നു പറയുന്നതിന് മുൻപേ അവളോട് അങ്ങനെ ഒരു ചതി ചെയ്തവനെ എനിക്ക് കണ്ടെത്തണം. അവനുള്ള ശിക്ഷ കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ അവളോട് എൻ്റെ ഇഷ്ടം തുറന്നു പറയുള്ളൂ. ദേവി പറഞ്ഞതും വിനു തലയാട്ടി. പക്ഷെ ഒരു ക്ലൂ പോലും ഇല്ലാതെ എങ്ങനെയാ ചാച്ച അയാളെ നമ്മൾ കണ്ടെത്തുന്നത്? വിനു സംശയത്തോട് ചോദിച്ചു. അറിയില്ല വിനു, പക്ഷേ ആ മോനെ കണ്ടെത്തിയേ പറ്റുള്ളൂ. അവൻ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. ചാച്ച, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എന്തായി? അവരുടെ ഭാഗത്തു നിന്നും ഒന്നും ഉണ്ടായില്ലേ? അവൻ സംശയത്തോട് ചോദിച്ചു. അറിയില്ല വിനു, എന്തേലും ഉണ്ടെങ്കിൽ അവർ ഡെന്നിയെ കോണ്ടാക്ട് ചെയ്യാന്നാ അന്ന് പറഞ്ഞത്. ഡെന്നിക്ക് ഈ പറഞ്ഞ മാതിരി അവരിലൊന്നും അത്ര വിശ്വാസമില്ല. കാരണം ഒരുമാതിരി ശത്രുക്കളോട് പെരുമാറുന്നത് പോലെയാ അന്ന് ഡെന്നിയോട് ആ പോലീസുകാർ പെരുമാറിയത്. ആർക്കോ വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് അവൻ അവനായിട്ട് തന്നെ ഒന്ന് അന്വേഷിക്കുകയാണ്. സാരമില്ല, ഡെന്നി എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഡെന്നി മാത്രമല്ല അവൻ. അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന മറ്റൊരു ഡെന്നിയുണ്ട്. സമയമാകുമ്പോൾ അത് പുറത്തു വരും. അന്ന് അവൻ്റെയൊക്കെ അന്ത്യമായിരിക്കും. ദേവി പറഞ്ഞതും വിനു സംശയത്തോടെ അവനെ നോക്കി. ശ്രീ മുറിയിലേക്ക് വന്നതും ഡെന്നി ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വാതിലടച്ച് ലോക്ക് ചെയ്തിട്ട് അവൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കാലിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. എത്ര നേരമായി പെണ്ണെ ഞാൻ നിന്നെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്? അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോട് ചോദിച്ചു. അവരോട് സംസാരിച്ചിരുന്നു പോയിച്ചാ, അവളും മറുപടി പറഞ്ഞു. ഇങ്ങു വാ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും അവൾ എഴുന്നേറ്റ് അവൻ്റെ തലയുടെ ഭാഗത്തേക്ക് ചെന്നിരുന്നു. അവൾ അവിടേക്ക് ചെന്നിരുന്നതും അവൻ അവളുടെ മടിയിലേക്ക് തലവെച്ചു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിന്നെ. ഐ റിയലി ലവ് യു ഭദ്രക്കുട്ടി. അവൻ അവളുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഐ എം ഓൾസോ ലവ് യു ഇച്ച. അവൾ അവൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു. ഭദ്രേ, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ ഇച്ചായ? അവൾ തിരികെ ചോദിച്ചു. നേഹയുടെ കാര്യത്തിൽ നിന്റെ അഭിപ്രായം എന്താ? ഡെന്നി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ ഇച്ചാൻ ഉദ്ദേശിക്കുന്നത്? അവൾ തിരികെ അവനോട് ചോദിച്ചു. നേഹയെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിർത്തുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ദേവിക്ക് വേണ്ടി അവളെ ചോദിക്കട്ടെ, അവളുടെ മമ്മിയോട്. ഡെന്നി പറഞ്ഞതും ശ്രീയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു വന്നു. എന്തിനാ ഭദ്രയെ കരയുന്നത്? അവൻ പെട്ടെന്ന് അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഡേവി ചായൻ. അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൻ അവളെ ഇഷ്ടമാ ഭദ്രേ. അവൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളും. അവളുടെ മനസ്സിൽ വിനുവിനോടൊരു ഇഷ്ടമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ വിനു അവളെ അങ്ങനെ കണ്ടിട്ടില്ല. അവൻ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടാണ് ഈ നാട്ടിലേക്ക് വന്നത്. അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. അവൻ വിനു പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവളോട് പറഞ്ഞു. ഇന്ന് അവളോട് അവൻ ഇതിനെപ്പറ്റി സംസാരിച്ചു കാണും. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് ദിവസമൊന്നും അവളെ ഇവിടെ നിർത്താൻ കഴിയില്ല. പല ചോദ്യങ്ങളും നമുക്ക് നേരെ വരും. പ്രത്യേകിച്ച് ദേവി വിവാഹം കഴിക്കാതെ അവളിവിടെ നിൽക്കുന്നത് കൊണ്ട്. വിനു 1 മാസം കഴിയുമ്പോൾ തിരിച്ചു പോകും. അവൻ ആ പെൺകുട്ടിയെ തേടിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അവളെ കണ്ട് അവളുടെ വീട്ടുകാരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അവനും തിരികെ പോകും. അപ്പോഴും അവളെ നമുക്ക് ഒറ്റയ്ക്കാക്കാൻ പറ്റില്ല.
മനുഷ്യരുടെ മനസ്സാ എപ്പോൾ എന്താ ചിന്തിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അവൾക്കൊരു കൂട്ട് വേണം, എല്ലാം തുറന്നു പറയാനും അവളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും. അവന് അവളെ ഇഷ്ടമായ സ്ഥിതിക്ക് പുറത്തു നിന്നും ഒരാളെ അവൾക്ക് വേണ്ടി നോക്കണ്ടെന്നാ എൻ്റെ തീരുമാനം, അവൻ പറഞ്ഞു. പക്ഷേ ഇച്ചായ, ഇങ്ങനൊരു കാര്യം അവളോട് അവതരിപ്പിച്ചാൽ അവൾ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? മാത്രമല്ല, ഒരു സോഫ്റ്റ് കോർണറിൻ്റെ പുറത്താണ് ഡേവിഡ് ചായൻ അവളെ ഇഷ്ടപ്പെടുന്നതെന്ന് അവൾക്ക് തോന്നില്ലേ? അവൾ സംശയത്തോട് ചോദിച്ചു. അതിന് അവളിവിടെ വന്നതിന് ശേഷം അല്ല അവൻ അവളോട് പ്രണയം തോന്നിയത് ഭദ്രേ. അവൾ ഇവിടെയൊക്കെ വരുന്നതിന് മുൻപേ തന്നെ അവൻ അവളെ കണ്ടിട്ടുണ്ട്. അന്ന് അവൻ പറഞ്ഞില്ലേ പള്ളി വെച്ചൊരു പെൺകുട്ടിയെ കണ്ടെന്ന്, അത് ഇവള് തന്നെയായിരുന്നു. മറ്റൊരു സോഫ്റ്റ് കോർണർ പ്രണയമൊന്നും അല്ല ഭദ്രേ ഇത്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ ഇച്ചായ, അവളത് അംഗീകരിക്കുമോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അറിയില്ല എനിക്ക്, പക്ഷെ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം, അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. ഭദ്രേ, അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി. നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ? നേഹയോടിങ്ങനെ ചെയ്യാൻ മാത്രം, അവൻ സംശയത്തോടെ ചോദിച്ചു. അതിനവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയില്ല ഭദ്രേ, എവിടെ നിന്ന് അന്വേഷിച്ചു തുടങ്ങണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നോടും അവളോടും ഒരുപോലെ ശത്രുത, അത് ആർക്കായിരിക്കും ഭദ്രേ? എനിക്ക് മനസ്സിലാകുന്നില്ല, അവൻ സംശയത്തോടെ അവളോട് പറഞ്ഞു. ഇച്ചായ, എന്നോടും അവളോടും കോളേജിൽ ആകെ ദേഷ്യമുള്ളത് ജസ്റ്റിനാണ്. പക്ഷെ അവനെങ്ങനെ ഇച്ചായനുമായിട്ട് ബന്ധം ഉണ്ടാകും? അവനല്ലാതെ വേറെ ആർക്കും ഞങ്ങളോട് ഒരു ദേഷ്യം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല, അവൾ തൻ്റെ മനസ്സിലുള്ള കാര്യം അവനോട് പറഞ്ഞു. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഭദ്രേ, എനിക്ക് തലയ്ക്കാകെ ഒരു മരവിപ്പ് പോലെയാ. എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എല്ലാ കാര്യങ്ങളും. പക്ഷെ എങ്ങനെ, എവിടെ നിന്ന്? അതാണ് എൻ്റെ മുൻപിൽ വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. അതിനുള്ള ഉത്തരം എൻ്റെ കയ്യിലില്ല ഭദ്രേ, അവൻ പറഞ്ഞു. ഇച്ചാ, ഞാനൊരു ഐഡിയ പറയട്ടെ, അവൾ പറഞ്ഞതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇച്ചായൻ്റെ ബിസിനസ്സിൽ ഇച്ചായന് കുറേ ശത്രുക്കളുണ്ടല്ലോ, അവരുടെ ഒരു ലിസ്റ്റ് എടുക്കണം. എന്നിട്ട് നമുക്ക് ആ വഴി ഒന്ന് അന്വേഷിച്ച് നോക്കാം. എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു, അവൾ പറഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ ഇച്ചായ, ഇച്ചായൻ്റെ ബിസിനസ്സിൽ ഇച്ചായന് സംശയമുള്ള ആളുകളുടെ ലിസ്റ്റ് എടുക്കണം. എന്നിട്ട് അവരെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കണം. എവിടെയെങ്കിലും ഒരു തുമ്പ് നമുക്ക് കിട്ടാതിരിക്കില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി. നോക്കണം കുഞ്ഞാ, നാളെ ആവട്ടെ, ഇതിനെപ്പറ്റി ഞാൻ ദേവിയോട് കൂടി ഒന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. കണ്ടോ, എൻ്റെ ബുദ്ധി തന്നെ വേണ്ടി വന്നു. വലിയ ബിസിനസ് മാൻ ആണെന്ന് പറഞ്ഞ് നടക്കുക, ഈ തലയിൽ ഒരു ബുദ്ധിയില്ല, അവൾ അവൻ്റെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് കുറുമ്പോടെ പറഞ്ഞു. ഓഹോ, ആണോ? എനിക്ക് ബുദ്ധിയില്ലേ? അവൻ അവളുടെ മുഖത്തിനടുത്തേക്ക് കുസൃതിയോടെ മുഖം അടുപ്പിച്ചു. അവൻ്റെ മുഖം മാറി അവിടെ കുറുമ്പും കുസൃതി നിറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. എനിക്ക് ബുദ്ധിയില്ല അല്ലേ? അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇല്ല, അവൾ കുസൃതിയോടെ വീണ്ടും പറഞ്ഞു. അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് നീങ്ങി. അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറി. അവനുടനെ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. അവളുടെ മുഖം അവൻ്റെ മുഖത്തിനടുത്തേക്ക് അടുത്തു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് അലഞ്ഞു. ഒടുവിൽ അത് അവളുടെ ചുണ്ടുകളിൽ എത്തി നിന്നു. അത് കണ്ട അവളുടെ ചുണ്ടുകൾ വിറകൊണ്ടു. അവൻ അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക് നോക്കി. ഇച്ചാന്ന് വിളിക്ക്, അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇച്ചാന്ന് വിളിക്കു കുഞ്ഞാ, അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി മുഖം അടുപ്പിച്ചു. വിളിക്കൂല, അവൾ കുറുമ്പോടെ പറഞ്ഞു. വിളിക്കില്ലേ? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. ഇല്ല, വിളിക്കില്ല, അവൾ തലയനക്കി ഇല്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അവൻ ഉടനെ അവളുടെ കവളിൽ അവളെ വേദനിപ്പിക്കാതെ വിധം കുത്തിപ്പിടിച്ച് അവൻ്റെ ചുണ്ടിനടുത്തേക്ക് അടുപ്പിച്ചു. പിന്നെ അവൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ ചുണ്ടുകളിൽ ഒന്ന് ഉരസി. അവൻ്റെ താടിമീശ രോമങ്ങളോടൊപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിൽ സ്പർശിച്ചതും അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് അവൻ ഇട്ടിരുന്ന ബനിയനിൽ പിടിമുറുക്കി.